ഹായ് യൂട്യൂബ്. അയ്യോ സാർ മലയാളിയാണോ? അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഡിസ് കീവേഡ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ക്ലാസ് എഴുതുവാണ്, ക്ലാസ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അതിനകത്ത് ഞാൻ ജസ്റ്റ് പ്രൈവറ്റ് വേരിയബിൾസ് ആയിട്ട് 2 വേരിയബിൾസ് കൊടുക്കാം. പ്രൈവറ്റ് ഇൻറ്റിജർ എയും അതുപോലെ തന്നെ ലെറ്റ്സ് ഇൻറ്റിജർ പോയിന്റർ പി എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് കൊടുത്തു. ഇനി ഈ ക്ലാസ്സിന് വേണ്ടി ഞാൻ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പം ഞാനൊരു പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഞാൻ ഇൻറ്റിജർ എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ എ ഈക്വൽസ് ടു എ കൊടുത്തു. അതുപോലെ തന്നെ പിന് ഞാനൊരു ന്യൂ ഹീപ്പ് അലോക്കേറ്റഡ് വാല്യൂ അറേ ഉണ്ടാക്കുന്നു, ന്യൂ ഇൻറ്റിജർ അറേ ഓഫ് 10. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് ഈ ക്ലാസ്സിന് വേണ്ടി ഒരു ഫംഗ്ഷനും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് പബ്ലിക് ആയിട്ട് ഇടാം. പബ്ലിക്, ഇതിനകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു, വോയിഡ് ഹലോ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഹലോ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് മീ എന്നാക്കാം. വോയിഡ് പ്രിന്റ് മീ. എന്നിട്ട് ഞാനിവിടെ ഇനി പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് സി ഔട്ട് എ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഈ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കറിയാം ക്ലാസ്സിന് നമുക്ക് ഇഷ്ടം പോലെ ഒബ്ജക്ട്സ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ സാഗ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇത് സാഗ് ഒരു സ്റ്റാക്ക് അലോക്കേറ്റഡ് വാല്യൂ ആണ്. അപ്പോൾ ഈ സാഗ് ഞാൻ ഒരു ഹീപ്പ് അലോക്കേറ്റഡ് വാല്യൂ ആക്കാൻ വേണ്ടി ഒരു പോയിന്റർ ഇട്ടിട്ട് ന്യൂ കീവേഡ് വെച്ച് ഞാൻ പുതിയൊരു സ്റ്റുഡൻറ് വേരിയബിൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ് വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമുക്കിവിടെ സ്പെഷ്യലൈസ് കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ നമ്മളിവിടെ വാല്യൂ പാസ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഫോർ എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്തു. അപ്പോൾ ഇത് ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിലീറ്റ് സാക്കിങ് കോൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഹീപ്പ് അലോക്കേറ്റഡ് കൺസ്ട്രക്ടറിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ട്രക്ടറിനകത്തും നമ്മൾ അത് ഡിസ്ട്രക്ട് ചെയ്യണം ആ ഒബ്ജക്റ്റ് പി. അപ്പം ഞാൻ ഡിലീറ്റ് പി എന്നും എഴുതുന്നു. ഓക്കെ, ഇത് ഡിലീറ്റ് അറേ ഓഫ് പി എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സാക്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഈ സാക്കിനകത്ത് നമുക്കിനി കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കറിയാം ഹീപ്പ് അലോക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് പ്രിന്റ് മീ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനിത് റൺ ചെയ്ത ഔട്ട്പുട്ട് നോക്കിയേ, നമുക്കിവിടെ 0 ആണ് വന്നത്. അതെന്താ? നമ്മളിവിടെ വാല്യൂ 4 കൊടുത്തല്ലോ, പിന്നെ എന്തുകൊണ്ട് 0 എന്ന് ഔട്ട്പുട്ട് വന്നേ? അപ്പോൾ നമുക്കിവിടെ ഈ ക്ലാസിന്റെ കൺസ്ട്രക്ടർ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു വാർണിംഗ് തന്നിട്ടുണ്ട്, വേരിയബിൾ സ്റ്റുഡൻറ് എ ഈസ് അൺഇനിഷ്യലൈസ്ഡ്. അതായത് നമ്മുടെ ഈ സ്റ്റുഡൻറ് ക്ലാസിന്റെ എ വേരിയബിൾ അൺഇനിഷ്യലൈസ്ഡ് ആണെന്ന് കാണിക്കുന്നത്. അതെന്തുകൊണ്ട് അൺഇനിഷ്യലൈസ്? നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്യണ്ടല്ലോ എ ഈക്വൽസ് ടു എ എന്ന്. എന്തുകൊണ്ട് അൺഇനിഷ്യലൈസ് ആവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ സെയിം നെയിം തന്നെയാണ് ഇവിടെ കൺസ്ട്രക്ടറിന്റെ പാരാമീറ്ററിൽ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എ ഈക്വൽസ് ടു എ എന്ന് അസൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾ അല്ല ആക്സസ് ചെയ്യുന്നത്, പകരം ഈ പാരാമീറ്ററായിട്ട് തന്നെ സെയിം വേരിയബിൾ തന്നെയാണ് അസൈൻ ആവുന്നത്. ഇപ്പൊ ഈ പാരാമീറ്റർ 8 തന്നെ അതിന്റെ വാല്യൂ ഒന്നുകൂടെ അസൈൻ ആവുന്നു. ഇപ്പൊ ഈ എയിലേക്കല്ല അസൈൻ ആവുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെയിം നെയിമും കൊടുക്കണം, പക്ഷെ നമുക്ക് ഇവിടുത്തെ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾ ആക്സസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഡിസ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ദിസ് കീവേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഡിസ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ കീവേഡ് നമുക്ക് ഇവിടെ ഹോവർ ചെയ്താൽ കാണാം, ഇറ്റ്സ് എ സ്റ്റുഡൻറ് പോയിന്റർ എന്നാണ് കാണിക്കുന്നത്. അതായത് അത് പോയിന്റ് ചെയ്യുന്നത് ഈ സെയിം സ്റ്റുഡൻറ് ക്ലാസ്സിലേക്ക് തന്നെ ആയിരിക്കും, അതിന്റെ ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഡിസ് ആരോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ദിസ് കീവേഡ് നമ്മുടെ ഈ സ്റ്റുഡൻറ് ഒബ്ജക്റ്റീവ് തന്നെ. അപ്പൊ ഞാൻ ഈ സാക്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമല്ലോ ഇവിടെ. അപ്പൊ ഈ സാക്ക് ഈ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ ഈ ഡിസ് കീവേഡ് ഉപയോഗിച്ച് ആ സാക്കിന്റെ ഈ മെമ്പർ വേരിയബിൾസ് ആക്സസ് കിട്ടും. പിന്നെ ഇത് പോയിന്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരോ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അത് ഡീറെഫറൻസ് ചെയ്യാൻ. അപ്പൊ ഈ പോയിന്ററിനകത്തുള്ള വാല്യൂസ്, അതായത് ഈ ക്ലാസിന്റെ പോയിന്റർ ആണല്ലോ ഈ ഡിസ് കീവേഡ്, അപ്പൊ അതിനെ ഡീറെഫറൻസ് ചെയ്യാൻ വേണ്ടി ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ വേരിയബിൾസ് ആക്സസ് ചെയ്യും. ഇതിപ്പോൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്കിത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ഡീറെഫറൻസ് വെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടു, ഡീറെഫറൻസ് ചെയ്തിട്ട് നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചും വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ എഴുതുന്നതിന് എളുപ്പമായിട്ടാണ് നമ്മൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഭയങ്കരം തന്നെ. സോ ഇങ്ങനെ ഡിസ് എന്ന് പറഞ്ഞ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്നത് നമ്മുടെ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾ ആയ 8 തന്നെയാണ്. അപ്പോൾ ഇനി ഞാനിത് റൺ ചെയ്താലോ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്ന കാണാം, 4 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വന്ന് കാണാം. അപ്പോൾ എപ്പോഴും യൂഷ്വലി നമ്മുടെ ക്ലാസ്സിനകത്തുള്ള മെമ്പർ വേരിയബിൾ സെയിം നെയിം അല്ലെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ നമ്മൾ ഡിസ് കീവേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെയും റീഡബിലിറ്റിക്കും നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടാക്കുന്നതിനും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം നമുക്ക് ഡിസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ പ്രിന്റ് മീലും ഡിസ് ഉപയോഗിച്ചു നമ്മൾ റൺ ചെയ്തപ്പോൾ ഔട്ട്പുട്ട് 4 കിട്ടി. ഓക്കെ, ഇനി ഡിസ് കീവേഡ് കൊണ്ട് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ നമ്മുടെ സെയിം ഒബ്ജക്റ്റ് തന്നെയാണ് റെഫറൻസ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഡിസ് കീവേഡ് വെച്ചുകൊണ്ട് ചെയിനിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും.
അതായത് ചെയിനിങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പ്രിന്റ് മീ ചെയ്യുന്നു ഇവിടെ ദിസ് ആരോ എ. അപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു ഫോർ ലൂപ്പിനകത്ത് ഞാൻ ഈ പി അറേക്കകത്തായിട്ട് വാല്യൂസ് കൊടുക്കുന്നു. ഇൻജർ അറേ സീറോ i less than 10 plus I this p of I equals to മൾട്ടിപ്പിൾ ഓഫ് 2 വെച്ച് ഞാൻ ഇവിടെ അറേ ഫിൽ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതേ ഫോർ ലൂപ്പ് തന്നെ ഞാൻ കോപ്പി ചെയ്ത് ഈ പ്രിന്റ് മീന് പകരം ഞാൻ ഒരു പുതിയ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. വോയിഡ് അനദർ പ്രിന്റ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഇവിടെ പി പ്രിന്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡ് p this arrow p of I സ്റ്റാൻഡേർഡ് ആൻഡ് ലൈൻ. ഇപ്പൊ ഞാൻ ഇവിടെ അനദർ പ്രിന്റ് ഫംഗ്ഷനകത്ത് നമ്മുടെ പി അറേ പ്രിന്റും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ അറേ ഇനിഷ്യലൈസും ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ചെയിനിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉപയോഗിക്കണം. അപ്പോൾ ചെയിനിങ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഉടനെ തന്നെ സെയിം ലൈനിൽ എനിക്ക് വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ പ്രിന്റ് മീ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഈ സെയിം ഒബ്ജക്റ്റ് തന്നെ എനിക്ക് റിട്ടേൺ ചെയ്യാം. അപ്പം ഞാനിവിടെ റിട്ടേൺ സ്റ്റാർ ദിസ് എന്ന് കൊടുത്തു. സ്റ്റാർ നമുക്കറിയാം ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇത് പോയിന്ററിനെ ഈ ഡിസ് പോയിന്ററിനെ ഡീറെഫറൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ കിട്ടുമല്ലോ. അപ്പം ഞാൻ ആ ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ റിട്ടേൺ ടൈപ്പ് ആയിട്ട് പാസ് ചെയ്യുന്നു ഈ ഫംഗ്ഷന്റെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ഇവിടെ പ്രിന്റ് മീ കോൾ ചെയ്യലോ, ഞാൻ ഇവിടെ ഈ പ്രിന്റ് മീയിൽ ഇപ്പോൾ റിട്ടേൺ വാല്യൂ നോക്കിയേ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അതായത് എനിക്ക് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ എനിക്ക് ഒന്നും കൂടെ ആ ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷൻസ് ആക്സസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രിന്റ് മീന്ന് തന്നെ അനദർ പ്രിന്റ് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയതും കാണാം. പക്ഷെ ഇവിടെ ഒരു എററും വന്നു, ഡീബഗ് അസേർഷൻ ഫെയിൽഡ്. ഓക്കെ, വാലിഡ് ഹീപ്പ് പോയിന്റർ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു എറർ വന്നു. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഞാൻ റെഫറൻസ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമ്മളൊരു പോയിന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ ഞാനിത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടും കിട്ടി, നമ്മുടെ പിന്റെ വാല്യൂസും പ്രിന്റ് ചെയ്തു, എന്റെ വാല്യൂവും പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയിനിങ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചെയിനിങ് എനിക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റിട്ടേൺ സ്റ്റാർ ദിസ്, എന്നിട്ട് ഇവിടെയും ഞാനൊരു സ്റ്റുഡൻറ് റെഫറൻസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് ഇവിടെയും അനദർ പ്രിന്റിലും ഇപ്പൊ ഡോട്ട് വിളിച്ചാൽ എനിക്ക് വേറെ ഫംഗ്ഷൻ ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഫംഗ്ഷനും കൂടെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ വോയിഡ് ഹലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് ഡോട്ട് വിളിച്ചാൽ നമുക്കിവിടെ ഹെലോയും ചെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഹെലോയിൽ റിട്ടേൺ ചെയ്യുന്ന വോയിഡ് ആണ്. അപ്പോൾ നമ്മൾ ഹെലോ ഡോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കൊന്നും സജസ്റ്റ് ചെയ്യുന്നതില്ല. അപ്പോൾ നമുക്ക് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം, ഹെലോ എന്നും പ്രിന്റ് ആയി വന്നു. ഇങ്ങനെ നമുക്ക് ചെയിനിങ് ആയിട്ട് ഓപ്പറേഷൻസ് ഉപയോഗിക്കാനും ഈ ദിസ് കീവേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഡിസ് കീവേഡ് വെച്ച് നമുക്ക് ആക്ച്വലി സെൽഫായിട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ഡിലീറ്റ് മീ, ഇപ്പം ഞാൻ ഈ ഹെലോ എന്ന് മാറ്റി ഞാൻ ഡിലീറ്റ് മീ എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ ആക്കുന്നു. ഓക്കെ, ഡിലീറ്റ് മീ എന്ന് ഫംഗ്ഷൻ ആക്കിയിട്ട് ഞാനിവിടെ ഡിലീറ്റ് ദിസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ സെൽഫായിട്ട്, അതായത് ഞാൻ ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ ഈ ഡിലീറ്റ് മീ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആക്കും. ലെറ്റ്സ് സേ ഞാനൊരു പ്രിന്റ് മീ കോൾ ചെയ്യുന്നു. ഓക്കെ, പ്രിന്റ് മീ കോൾ ചെയ്താൽ നമുക്കറിയാം ഔട്ട്പുട്ട് 4 കിട്ടുമെന്ന് അല്ലേ. അപ്പൊ ഞാൻ അതിന് മുന്നേ സാക് ആരോ ഡിലീറ്റ് മീ കോൾ ചെയ്യുന്നു. ഡിലീറ്റ് മീ കോൾ ചെയ്ത് എന്ത് പറ്റും, നമ്മുടെ ഈ സാക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഡിലീറ്റ് മീ കോൾ ചെയ്യുന്നത്. ആ ഡിലീറ്റ് മീ ഫംഗ്ഷനകത്ത് എന്താണോ ഉള്ളത്, ഡിലീറ്റ് ദിസ്, അതായത് ഈ സാക്ക് തന്നെ ഡിലീറ്റ് ചെയ്യും. നമ്മളിവിടെ ഡിലീറ്റ് സാക്ക് എന്ന് വിളിക്കുന്നത് ഈ ഫംഗ്ഷനകത്ത്, സാക്കിന്റെ ഫംഗ്ഷനകത്ത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അത് എന്തായിരിക്കും പറ്റുന്നത്, ഞാനൊന്ന് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് നോക്കി ഒരു ജങ്ക് വാല്യൂ ആണ് വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ സാക്കിനകത്തുള്ള ഒബ്ജക്റ്റ് ഡിലീറ്റ് ആക്കി, എന്നിട്ട് നമ്മൾ സാക്കിനകത്തു നിന്ന് തന്നെ പ്രിന്റ് മീ കോൾ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ പ്രിന്റ് മീ കോൾ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, പ്രിന്റ് മീക്കകത്തുള്ള ഈ വേരിയബിൾസ് എല്ലാം ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ ആക്സസിബിളും അല്ല. അതുകൊണ്ടാണ് അങ്ങനെ ജങ്ക് വാല്യൂ വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ചിലപ്പോൾ ക്രാഷസ് ഒക്കെ ഉണ്ടാക്കാം. ഈ ഡിലീറ്റ് ദിസ് എന്ന് പറഞ്ഞ ഈ പരിപാടി മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റൺ ടൈം ക്രാഷ് ഉണ്ടാക്കാം. ഇത് നമ്മൾ കമ്പൈലറിൽ ഡിറ്റക്ട് ചെയ്യില്ല, നമുക്കിത് കൂളായിട്ട് റൺ ചെയ്യാൻ പറ്റി. പക്ഷെ ഇത് ചിലപ്പോൾ റൺ ടൈമിൽ ക്രാഷ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാനിത് റിമൂവ് ചെയ്തു. അപ്പോൾ അതാണ് ഡിസ് കീവേഡ്. ഇനി നമുക്ക് ക്ലാസ് ഫോർവേഡ് ഡിക്ലറേഷൻ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു പുതിയ ക്ലാസ് ഉണ്ടാക്കുന്നു. ഞാൻ അതിനു വേണ്ടി 2 ഫയൽസ് ഉണ്ടാക്കും. സ്കാനർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും scanner.h, അതുപോലെ തന്നെ scanner.cpp നമുക്കുണ്ടാകാം. സ്കാനർ. അതുപോലെ തന്നെ ഞാൻ പ്രിന്റർ എന്ന് പറഞ്ഞ് പുതിയൊരു വേറെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ printer.h, printer.cpp കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്ലാസ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ സ്കാനറിനകത്ത് ഞാൻ ഒരു ക്ലാസ് സ്കാനർ
അതിനു വേണ്ടി ഞാനൊരു ഒരു സിമ്പിൾ ഫംഗ്ഷൻ എഴുതുക, void can. ഓക്കെ, ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ എഴുതി, ഡിക്ലറേഷൻ ഞാൻ ഇവിടെ എഴുതി, ഡെഫിനിഷൻ ഞാൻ അതിന്റെ CPP ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ പ്രിന്ററിനകത്തും ഞാൻ ഒരു ക്ലാസ് പ്രിന്റർ ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഞാൻ void scan and print എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അതിന്റെ ഡിക്ലറേഷൻ ഞാൻ ഇവിടെ ഇട്ടു. ഇനി ഇതിന്റെ ഡെഫിനേഷൻ ഞാൻ ഇവിടെ. അപ്പൊ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ നമുക്കിവിടെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. ഈ ടൂൾ ടിപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഡയറക്റ്റ് ഡെഫിനേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ക്രിയേറ്റ് ഡെഫിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് printer.cpp അകത്ത് നമ്മുടെ ആ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ 2 ക്ലാസ്സസ് ഡിക്ലെയർ ചെയ്തു. ഇനി ഈ ക്ലാസ്സസ് എനിക്ക് ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം, ഹാഷ് ഇൻക്ലൂഡ് വെച്ചാണ്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് printer.h കൊടുക്കും. അപ്പൊ എനിക്ക് ഇവിടെ പ്രിന്റർ യൂസ് ചെയ്യാലോ, പ്രിന്റർ ക്ലാസ്. അപ്പൊ ഞാൻ ഇവിടെ പ്രിന്റർ സാക് ഇടുന്നു. ഓക്കെ, എന്നിട്ട് സാക് ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോ ആക്സസിബിൾ അല്ല. കാരണം എന്താ, ഞാനിവിടെ പബ്ലിക് ആയിട്ട് കൊടുത്തില്ല. അപ്പൊ ഞാനിവിടെ പബ്ലിക് ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തു. അതുപോലെ സ്കാനറും ഞാനൊരു പബ്ലിക് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ പ്രിന്ററിനകത്ത് ഞാൻ ഒരു cout can and print എന്ന് പറഞ്ഞു കൊടുക്കാം, സ്റ്റാൻഡേർഡ് ലൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് coutഉം nLineഉം ആക്സസിബിൾ അല്ല, കാരണം അത് ഇൻക്ലൂഡ് ചെയ്തേക്കണ ഫയൽ IOStream ആണ്. IOStream ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് ആക്സസിബിൾ ആണ്. ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ സ്കാനറിന്റെ സ്കാൻ ഫംഗ്ഷനിനകത്തും ഞാൻ ജസ്റ്റ് സ്കാൻഡ് എന്നിവിടെ ഇടുന്നു. പ്രിന്റർ ആക്ച്വലി ഇവിടെ പ്രിന്റ് എന്ന് മാത്രം ഇടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെയും നമുക്ക് കാണാം coutഉം nLineഉം ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് കോപ്പി ചെയ്ത് ഇത് ഇവിടെയും പേസ്റ്റ് ചെയ്യാം. IOStream ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ സാക് ഡോട്ട് കൊടുക്കുമ്പോൾ നോക്കിയേ, സ്കാൻ ആൻഡ് പ്രിന്റ് ഫംഗ്ഷൻ ആക്സസിബിൾ ആണ്. അപ്പോൾ സ്കാൻ ആൻഡ് പ്രിന്റ് ഞാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണേ, ഇവിടെ ഇപ്പോൾ പ്രിന്റർ ഫംഗ്ഷനിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ഈ പ്രിന്റർ ഫംഗ്ഷനകത്ത് തന്നെ എനിക്ക് ഈ സ്കാനർ കോൾ ചെയ്യണം. അപ്പോൾ സ്കാനർ ക്ലാസ് കോൾ ചെയ്യാൻ എന്ത് ചെയ്യണ്ടേ, ഞാനിവിടെ സ്കാനർ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യുന്നു, ഹാഷ് ഇൻക്ലൂഡ് scanner.h. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് തന്നെ സ്കാനറിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം, ന്യൂ സ്കാൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഇവിടെ വെച്ച് എനിക്ക് കോൾ ചെയ്യാം, ന്യൂ scan.can അല്ലെ. ഞാൻ ഇനി ഇത് റൺ ചെയ്താലോ, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത് കാണാം, can't print. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയത് കാണാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഡീബഗിംഗ് പോയിന്റ് വെച്ച് നമ്മൾ റൺ ചെയ്താൽ നമുക്കിത് ഫ്ലോ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഡീബഗിംഗ് പോയിന്റ് ഇവിടെ ട്രിഗർ ചെയ്തു. ഞാൻ ഈ സാക് ഒബ്ജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ സ്കാൻ ആൻഡ് പ്രിന്റിനകത്ത് വന്നു. സ്കാൻ ആൻഡ് പ്രിന്റിനകത്തായിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് ജമ്പ് ചെയ്തപ്പോൾ നമ്മൾ സ്കാനർ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇതിനകത്ത് ഡോട്ട് സ്കാൻ ഇട്ട് ഞാൻ സ്റ്റെപ്പ് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഡോട്ട് സ്കാനിൽ വന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സ്കാൻഡ് എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് നമ്മുടെ കൺസോളിൽ വന്നു. നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാൽ സ്കാൻഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് ജമ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ പ്രിന്റ് ഫംഗ്ഷനിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ നമ്മൾ പ്രിന്റും കൂടെയും പ്രിന്റ് ചെയ്തു. അപ്പോൾ സ്കാൻഡ് പ്രിന്റ് എന്ന ഔട്ട്പുട്ട് വന്ന് കാണാം. അങ്ങനെയാണ് ഫ്ലോ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ സ്കാനർ ഇൻക്ലൂഡ് ചെയ്തേക്കണ ഈ printer.cpp അകത്താ. ഇനി എനിക്ക് സ്കാനർ പാസ് ചെയ്യണം എൻ്റെ മെയിൻ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഇവിടെ സ്കാനർ ഞാൻ ഒരു റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യണം, ന്യൂ സ്കാൻ എന്ന് പറഞ്ഞ് പാസ് ചെയ്യണം. ഓക്കെ, എനിക്ക് സ്കാനർ ഈ പ്രിന്ററിനകത്തായിട്ട് പാസ് ചെയ്തിട്ട് വേണം അത് ഇവിടെ ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുക, ഈ സ്കാനറിന്റെ ഈ പാരാമീറ്റർ ഞാനിവിടെ ഡെഫിനിഷനിലും ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇവിടുന്ന് ഡിലീറ്റ് ആക്കി. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പൊ ന്യൂ scan എന്ന് വിളിക്കും. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? അപ്പൊ ഇവിടെ പാസ് ചെയ്യുന്ന സ്കാനറിന്റെ സ്കാൻ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ കോൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ സ്കാനർ റെഫറൻസ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് അപ്പോൾ പാസ് ചെയ്യണം നമ്മുടെ മെയിൻ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു സ്കാനർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഞാനിവിടെ ഹാഷ് ഇൻക്ലൂഡ് scanner.h പുതിയൊരു സ്കാനർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ സ്കാൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഈ ന്യൂ സ്കാൻ ഇനി ഇവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് റൺ ചെയ്താലോ. എന്തോ ഒരു എറർ വന്നു. അതെന്താ, സിൻടാക്സ് എറർ ഐഡന്റിഫയർ സ്കാനർ printer.h എന്നാണ് നമുക്ക് ഈ എറർ വന്നേക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് വരുന്നത്. ഇവിടെ എന്താണ് എറർ, നമുക്കൊരു എററും കാണുന്നില്ലല്ലോ. എന്താണ് എറർ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാണ് scanner.h ഇൻക്ലൂഡ് ചെയ്തേക്കണേ അല്ലെ, CPP ഫയലിനകത്ത്. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സ്കാനർ. പക്ഷേ ഇവിടെ നമ്മുടെ കമ്പൈലർ ഹെഡർ കമ്പൈൽ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെന്താണ് സ്കാനർ എന്ന് അറിയില്ല. കാരണം ഇവിടെയല്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേണേ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം.
ചെയ്യാം, റൈറ്റ്? അപ്പോൾ എറർ മാറുമല്ലോ. ഈ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്ത എന്താ അഡ്വാൻറ്റേജ്? നമ്മൾ ഇവിടെ ഈ എററും മാറും, അതുപോലെ തന്നെ നമ്മൾ ആ ഹെഡർ ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ പറ്റുന്നത്? ഈ സ്കാനറിനകത്തുള്ളതെല്ലാം ഇവിടെയും വരും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോപ്പി ഫംഗ്ഷൻ പോലെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ scanner.cpp നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് scanner.h ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ ശരിക്കും ഹാഷ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ജസ്റ്റ് ഈ .hലുള്ള കണ്ടന്റ്സ് എല്ലാം എടുത്ത് ഇവിടെ റീപ്ലേസ് ചെയ്യും. ഈ ഹാഷ് ഇൻക്ലൂഡ് scanner.h എന്നുള്ളടത്ത് റീപ്ലേസ് ചെയ്ത് റൺ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രിന്ററിലും ഹാഷ് ഇൻക്ലൂഡ് scanner.h ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ സ്കാനറിനകത്തുള്ള കണ്ടന്റ്സ് മൊത്തവും ഇവിടെയാണ് പേസ്റ്റ് ആവുന്നത്. ഇവിടെ പ്രിന്ററിനകത്ത് പേസ്റ്റ് ആവും. ഓക്കെ, അതാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ അതുപോലെ തന്നെ CPP നമ്മുടെ സാമ്പിൾ C++നകത്ത് printer.h ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറ്റുന്നത്? ഇപ്പോൾ ഈ സ്കാനർ ഞാൻ കമന്റ് ഔട്ട് ചെയ്തു, ഓക്കെ, പക്ഷെ എന്നാലും ഇവിടെ എറർ വരുന്നില്ല. കാരണം എന്താ? കാരണം ഈ പ്രിന്ററിനകത്ത് നമ്മൾ സ്കാനർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഇന്റേണൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ scanner.hനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം ഇവിടെ ഇൻക്ലൂഡ് ആവും, അല്ലേ? എന്നിട്ട് നമ്മൾ ഇവിടെ printer.h ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ printer.hലുള്ള കണ്ടന്റ്സ് എല്ലാം ഇവിടെ ഇൻക്ലൂഡ് ആവും. സി, അതാണ് ആക്ച്വലി നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടാവല്ലോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ഞാനിത് റിവേർട്ട് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഹാഷ് ഇൻക്ലൂഡ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം, scanner.h. കാരണം ഇപ്പോൾ പ്രിന്ററിനകത്ത് തന്നെ സ്കാനർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം, സ്കാൻഡ് പ്രിന്റ് എന്ന ഔട്ട്പുട്ട് വന്നതും കാണാം, റൈറ്റ്? പക്ഷേ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പ്രിന്ററിനകത്ത് എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ലെറ്റ്സ് സേ void just print എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് പ്രിന്റ് ഞാൻ ഇതിന്റെ ഡെഫിനേഷൻ ഇവിടുന്ന് ക്രിയേറ്റ് ഡെഫിനേഷൻ ഇവിടെ CPPയിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് പ്രിന്റിനകത്ത് ഞാൻ ജസ്റ്റ് പ്രിന്റ് എന്ന് പറഞ്ഞ് ഒരു കമന്റ് ഇട്ടു. ഓക്കെ, ഇനി ഞാനിത് ജസ്റ്റ് പ്രിന്റ് ഇവിടുന്ന് എനിക്ക് കോൾ ചെയ്യണം. അപ്പോൾ എനിക്ക് സ്കാനറിന്റെ ആവശ്യമില്ല. ഞാൻ ഈ സ്കാനറിന്റെ ആവശ്യമില്ലാണ്ട് എനിക്ക് ജസ്റ്റ് പ്രിന്റ് കോൾ ചെയ്യണമെങ്കിൽ sag.just print കോൾ ചെയ്താൽ മതി, അല്ലേ? നമുക്ക് ഇവിടുന്ന് ഔട്ട്പുട്ട് കാണാം, ജസ്റ്റ് പ്രിന്റ് എന്ന് ഔട്ട്പുട്ട് വന്ന് കാണാം. അപ്പോൾ എനിക്ക് ഈ പ്രിന്റർ എന്ന് പറഞ്ഞ ഈ ക്ലാസ് എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എനിക്ക് ജസ്റ്റ് പ്രിന്റ് മാത്രം കോൾ ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് അതിൻ്റെ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് സ്കാനർ ഉപയോഗിക്കണ്ട. അപ്പോൾ എവിടെയൊക്കെ പക്ഷെ ഞാൻ ഈ പ്രിന്റർ ഇൻക്ലൂഡ് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഈ സ്കാനറും പോരും. അപ്പോൾ അത് ആക്ച്വലി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫയലിൻ്റെ സൈസ് ഭയങ്കര വലുതാവും. കാരണം നമുക്കറിയാം ഹാഷ് ഇൻക്ലൂഡ് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫയലിൻ്റെ സൈസ് വലുതാവും. കാരണം ഈ പ്രിന്ററിനകത്ത് നമ്മൾ സ്കാനറും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ സ്കാനറിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ അത് ജസ്റ്റ് വെറുതെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെയാവും. അപ്പോൾ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സാമ്പിൾ C++ ഇതിനൊരു ഹെഡർ ഫയൽ ഉണ്ടായിരുന്നു, അതെടുത്ത് വേറൊരു ഫയലിനകത്തേക്ക് കോപ്പി ചെയ്താൽ ആ പ്രിന്ററും അതിനകത്ത് കൂടെ പോരും. അപ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. ഓരോ ഫയലിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ആ ഫയൽസ് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കും. അതായത് ഈ സ്കാനറും അതിൻ്റെ കൂടെ പോരും. അപ്പോൾ അങ്ങനെ എനിക്ക് പാസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എറർ അടിക്കും. കാരണം ഇവിടെ നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രിക്കാണ് ഫോർവേഡ് ഡിക്ലറേഷൻ. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ സ്കാനർ ഇൻക്ലൂഡ് ജസ്റ്റ് പ്രിന്റർ CPPക്കകത്ത് മാത്രം ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ CPPക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കാരണം നമ്മൾ CPPയിൽ യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? CPPയിൽ നമ്മൾ സ്കാനർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ ഈ ഹെഡർ ഫയലിൽ എറർ മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കമ്പൈലറിനോട് പറയുക, ഓക്കെ, എനിക്ക് ഈ ക്ലാസ് യൂസ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഫോർവേഡ് ഡിക്ലെയർ ചെയ്യും. ഫോർവേഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലാസിൻ്റെ നെയിം കൊടുക്കുക, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതാണ് ഫോർവേഡ് ഡിക്ലറേഷൻ. അപ്പം ഞാൻ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് റിമൂവ് ചെയ്തു. അപ്പോൾ അതായത് എനിക്കിവിടെ printer.h ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇനി സ്കാനർ എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ സ്കാനർ ഡിക്ലെയർ ചെയ്യാൻ നോക്കിയാൽ ഈ സ്കാനർ യൂസ് ഇല്ല. കാരണം പ്രിന്ററിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ എനിക്കിനി ഡയറക്റ്റ് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇനി എനിക്ക് സ്കാനർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനിക്ക് സ്കാനർ അത് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് ആ ഫയലിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ scanner.h എന്ന് കൊടുത്തിട്ട് എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇത് കോൾ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഫോർവേഡ് ഡിക്ലറേഷൻ മാത്രമാണ് ചെയ്തത്. ഞാനിവിടെ റൺ ചെയ്യുമ്പോൾ സ്കാൻ പ്രിന്റ് ജസ്റ്റ് പ്രിന്റ് എന്ന ഔട്ട്പുട്ട് വന്നത് കാണാം. അപ്പോൾ ഇതിപ്പോൾ എറർ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർവേഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർവേഡ് ഡിക്ലറേഷൻ ആക്ച്വലി enumസിലും നമുക്ക് പറ്റും. enum ക്ലാസ്സസിനകത്ത് നമുക്കൊരു enum ക്ലാസ് ഉണ്ടെങ്കിൽ enum ക്ലാസ് നമുക്ക് ആ ക്ലാസിന്റെ നെയിം കൊടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കാനർ enum.
പക്ഷെ അവിടെ നമ്മൾ ടൈപ്പും ഡിക്ലെയർ ചെയ്യണം എന്ന് മാത്രം. ആ ഒരു വ്യത്യാസമാണ് ഈനം ക്ലാസ്സസിൻ്റെ ഫോർവേഡ് ഡിക്ലറേഷനും സാധാ ക്ലാസിൻ്റെ ഫോർവേഡ് ഡിക്ലറേഷനും തമ്മിലുള്ളത്. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡിൽ പഠിച്ച് നമ്മൾ ദിസ് കീവേഡ് എന്താണെന്ന് പഠിച്ചു, പിന്നെ ഫോർവേഡ് ഡിക്ലറേഷൻ്റെ യൂസും പഠിച്ചു. വീട്ടിൽ പോവാ വിട്ട് നീ